ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെ വിമർശനം കടുപ്പിച്ച് സുന്നി സംഘടനകൾ. ജമാഅത്തെ ഇസ്ലാമി ദീനിൽ മായം ചേർത്ത് മനുഷ്യനെ കുടിപ്പിക്കുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. EK വിഭാഗം സമസ്ത നേരത്തെ സക്കാത്ത് ക്യാമ്പയിനെതിരെ രംഗത്തു വന്നിരുന്നു. അതേസമയം UDF നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ഫോട്ടോകൾ പുറത്തുവന്നു. പരിശുദ്ധ ദീനിനെ നല്ല കുപ്പിയിലിട്ടുകൊണ്ട് അതിൽ മായം ചേർത്ത് മനുഷ്യനെ കുടിപ്പിക്കുന്ന മരുന്ന് പോലെ ആക്കിയിരിക്കുകയാണ്. സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാനുണ്ട്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ സക്കാത്ത് കമ്മിറ്റിക്കാർ ഇവിടെ ധാരാളം എഴുതിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെ കൂടുതൽ സുന്നി സംഘടനകൾ രംഗത്ത് വരികയാണ്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഇതിൽ UDF നേതാക്കൾ പങ്കെടുത്തതിന്റെ ചിത്രം പുറത്തു വന്നതോടുകൂടി അത്തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. തീർച്ചയായും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെയുള്ള വിമർശനം കടുപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സുന്നി സംഘടനകളടക്കം. നേരത്തെ തന്നെ സമസ്തയുടെ മുഖപത്രമടക്കം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് പത്രക്കുറിപ്പടക്കം ഇറക്കിയിരുന്നു. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ക്യാമ്പയിൻ പരിശുദ്ധ ഇസ്ലാമിനെ കുപ്പിയിലിട്ട് മായം ചേർത്ത് കുടിപ്പിക്കുന്ന രീതിയാണ് എന്ന് കാന്തപുരം AP അബൂബക്കർ അടക്കം ഈ വിഷയത്തിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് ക്യാമ്പയിനിലൂടെ സ്വരൂപിക്കുന്ന പണം അത് സംഘടനയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഇസ്ലാമികമായി സക്കാത്ത് ലഭിക്കുന്ന പണം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും മറ്റുമൊക്കെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിൽ സക്കാത്ത് ക്യാമ്പയിനിലൂടെ സ്വരൂപിക്കുന്ന പണം ഈ സംഘടനയുടെ പുരോഗതിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സക്കാത്ത് ക്യാമ്പയിനെതിരെ മുസ്ലിം സംഘടനകളടക്കം രംഗത്ത് വരുന്നത്. ഇത്തരത്തിൽ സുന്നി വിഭാഗവും ഈ സമസ്തയും അടക്കം ഈ സക്കാത്ത് ക്യാമ്പയിനെ എതിർത്ത് രംഗത്ത് വരുമ്പോഴും മുസ്ലിം ലീഗ് ഈ സക്കാത്ത് ക്യാമ്പയിനെയും ജമാഅത്തെ ഇസ്ലാമിനെയോടും അടുക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിൻ ഉദ്ഘാടന വേദിയിലൊക്കെ തന്നെ മുസ്ലിം ലീഗിലെ നേതാക്കൾ കൃത്യമായി തന്നെ പങ്കെടുത്തിരുന്നു. കൃത്യമായി ഈ സക്കാത്ത് ക്യാമ്പയിന് ആശംസകൾ അടക്കം അർപ്പിച്ചുകൊണ്ട് ഈ മുസ്ലിം ലീഗിലെ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെയും ഈ സക്കാത്ത് ക്യാമ്പയിനോടും അടുക്കുന്ന നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം UDF-ലെ നേതാക്കളൊക്കെ തന്നെ ഈ സക്കാത്ത് ക്യാമ്പയിനെ അനുകൂലിക്കുകയും സക്കാത്ത് ക്യാമ്പയിൻ ഉദ്ഘാടന വേദിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഈ UDF നേതാക്കളായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ, NK പ്രേമചന്ദ്രൻ തുടങ്ങിയ UDF നേതാക്കൾ ഈ സക്കാത്ത് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന്റെ ഫോട്ടോ അടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന UDF നേതാക്കളൊക്കെ പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ UDF ആണെങ്കിലും ഈ LDF ആണെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പുറത്തു വരുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ UDF-മായി തിരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ തന്നെ തങ്ങൾ അടുപ്പം പുലർത്തിയിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ് പാലക്കാട് അടക്കം UDF ഈ രീതിയിലുള്ള വിജയം കൈവരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നേതാവ് കൃത്യമായി തന്നെ പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഈ മാധ്യമങ്ങളിൽ വന്ന് അത് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും രഹസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി കൃത്യമായ ബന്ധം UDF പുലർത്തുന്നുണ്ട്. മറിച്ച് LDF-ഉം അങ്ങനെ തന്നെയാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ഗസ്റ്റ് ഹൗസിലെത്തി തിരഞ്ഞെടുപ്പ് വേളയിൽ കൃത്യമായി കണ്ടിട്ടുണ്ടെന്ന് ഡേറ്റും സമയവും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും തള്ളിപ്പറയാൻ ഈ മുഖ്യമന്ത്രി അടക്കം തയ്യാറായിരുന്നില്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് UDF-ഉം LDF-ഉം കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ചങ്ങാത്തം കൂടുന്ന നിലപാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഈ മുസ്ലിം സംഘടനകളടക്കം, മുസ്ലിം മതസംഘടനകളടക്കം ഈ സക്കാത്ത് ക്യാമ്പയിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിക്കുമ്പോഴും ഈ ലീഗും UDF-ഉം അടക്കം ഈ
ഈ സക്കാത്ത് ക്യാമ്പയിനെ അനുകൂലിക്കുന്ന നിലപാടിലേക്കാണ് എത്തുന്നത്. ഈ ക്യാമ്പയിന്റെ മറ്റൊരു വശം, ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതിതീവ്ര സംഘടനയാണ്. ഈ പണം ഉപയോഗിച്ച, അത് മാത്രമല്ല ഈ മുസ്ലിം ഈ ഒരു മതരാഷ്ട്രവാദികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ സംഘടന ഇത്തരത്തിൽ സക്കാത്ത് ക്യാമ്പയിനിലൂടെ സ്വരൂപിക്കുന്ന പണം അത് സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നും കൃത്യമായി തന്നെ പരസ്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സക്കാത്ത് ക്യാമ്പയിനെ അനുകൂലിക്കുന്ന നിലപാട് ഈ ലീഗും UDF-ഉം എടുക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുകയാണ്. എന്തായാലും ഈ സക്കാത്ത് ക്യാമ്പയിന്റെ വേദിയിൽ UDF നേതാക്കൾ പ്രത്യക്ഷപ്പെട്ടതിൽ ഈ ലീഗിലെയും UDF-ലെയും തന്നെ ചില നേതാക്കൾക്കിടയിൽ വലിയ അമർഷമുണ്ട്. ശരി.